അസ്സലാമു അലൈക്കും. ബിസ്മില്ല അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല അലിഹി വസഹബി അജ്മഈൻ. കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ദുറൂസുൽ അക്കായിദ് ക്ലാസ് 7 ദുറൂസുൽ അക്കായിദ് ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ MNS മദ്രസ വേൾഡ് എന്നുള്ള നമ്മുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങളുടെ ദുറൂസുൽ അക്കായിദ് എന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾക്ക് എല്ലാ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഇവിടെ ഒരു ചോദ്യം 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായതിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. ഖുർആനിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും. ഓപ്ഷൻസ് കിയാസ്, സുന്നത്ത്, ഇജ്മാ. ശരി ഉത്തരം സുന്നത്ത്. 2. ശാഖാപരമായി വിധിവിലക്കുകളിൽ മുജ്തഹിദിനെ പിന്തുടരൽ. ഓപ്ഷൻസ് തക്ലീദ്, ഇജ്തിഹാദ്, മദ്ഹബ്. ശരി ഉത്തരം ഏതാണ്? തക്ലീദ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച രക്തസാക്ഷി. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4. സിഹർ ചെയ്യുന്നതിൻ്റെ വിധി. ഓപ്ഷൻസ് ഹറാം, കറാഹത്ത്, ജായിസ്. ശരി ഉത്തരം ഹറാം. 5. മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവൻ. ഓപ്ഷൻസ് കാഫിർ, മുനാഫിക്, മുഅ്മിൻ. ശരി ഉത്തരം മുനാഫിക്. 6. ഉമ്മയുടെ പരലോക ഗുണത്തിനു വേണ്ടി പൊതുകിണർ നിർമ്മിച്ചു നൽകി. ഓപ്ഷൻസ് സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം സഅദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. അഫ്ളലുൽ ഈമാൻ. 8. അൽ മുജിസത്ത്. 9. അൽ ഈമാൻ. 10. അദിനൽ ഈമാൻ. 11. അൽ ഹയ. ഇപ്പുറത്ത് നോക്കൂ. എ ശുഅബത്തും മിനൽ ഈമാൻ. ബി ഇമാത്തത്തുൽ അദ അനി ത്വരീഖ്. സി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഡി അംറുൻ ഖാരിഖുൻ ലിൽ ആദത്ത്. ഇ ബിൽഉം വസബഊന ശുഅബ. അപ്പോൾ ഇവിടെ കൊടുത്തതിന് യോജിച്ചതിൻ്റെ ആ ലെറ്ററാണ് നമ്മൾ ആ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ 1. 7ാമത്തത് നോക്കൂ. അഫ്ളലുൽ ഈമാൻ. അതിന് ശരിയായത് ഏതാണ്? 7. 7ന് ശരിയായത് സി ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ 7ന്റെ നേർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഓപ്ഷന്റെ ലെറ്റർ എടുത്ത് എഴുതുക. 8. അൽ മുജിസത്ത്. അതിന് ശരിയായത് എന്താണ്? ഡി. ഡി എന്താണ്? അമ്രുൻ ഹാരിഖുൽ ലിൽ ആദത്ത്. അപ്പോൾ ഡി എന്ന് എഴുതുക. 9. അൽ ഈമാൻ. അതിന് ശരിയായത് ഇ ബിൽഉം വസബഊന ശുഅബ. അപ്പോൾ ഇ എന്ന ലെറ്റർ എഴുതുക. 10. അദിനൽ ഈമാൻ. അതിന് ശരിയായത് ഇമാത്തത്തുൽ അദ അനി ത്വരീഖ്. അത് ഏതാണ്? ഓപ്ഷൻ ബി. അപ്പോൾ ബി എന്ന് എഴുതുക. 11. അൽ ഹയാ. അതിന് ശരിയായത് ശുഅബത്തും മിനൽ ഈമാൻ. എ. എ എന്ന ലെറ്റർ എടുത്ത് എഴുതുക. സി ഡി ഇ ബി എ. കൂട്ടുകാർക്ക് ഈ പ്രവർത്തനം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അതിൽ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. 12. റബ്ബന ഇഗ്ഫിർ ലനാ ഡേഷ് അല്ലദീന സബഖൂന ബിൽ ഈമാൻ. അവിടെ പൂരിപ്പിക്കേണ്ടത് വലി ഇഖ്വാനിന. അടുത്തത് 13. മയ്യത്ത് ഖബറിൽ ഡേഷ് സഹായം തേടുന്നവനെ പോലെയാണ്. അപ്പോൾ അവിടെ പൂരിപ്പിക്കേണ്ടത് വെള്ളത്തിൽ മുങ്ങി. മയ്യത്ത് ഖബറിൽ വെള്ളത്തിൽ മുങ്ങി സഹായം തേടുന്നവനെ പോലെയാണ്. 14. മദീനയിൽ നിന്ന് നെഹാവന്തിലേക്ക് ഡേഷ് കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 1850. നിങ്ങൾക്ക് അവിടെ നമ്പറിൽ, അറബി നമ്പറിൽ കൂടെ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. 15. ലം തഫ്തരിൻ ബിസമാനിൻ വഹിയ തുഹ്ബിറുന അനി ഡേഷ് വ അൻ ഇറാം. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ മആദി വ അൻ ആദിൻ. ലം തഖ്തരിൻ ബിസമാനിൻ വഹിയ തുഹ്ബിറുന അനിൽ മആദി വ അൻ ആദിം വ അൻ ഇറാം. അടുത്തത് 16. അറിവ് ലഭിക്കാനുള്ള ഒരു മാർഗം. അവിടെ എഴുതേണ്ടത് സത്യസന്ധമായ. അറിവ് ലഭിക്കാനുള്ള ഒരു മാർഗം സത്യസന്ധമായ വാർത്തയാണ്. 17. വജാലലക്കുമുസ് സമഅ വൽ അബ്സാറ ഡേഷ് ഖലീലം മാ തഷ്കുറൂൻ. അവിടെ പൂരിപ്പിക്കേണ്ടത് വൽ അഫ്ഇദത. വജാലലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലം മാ തഷ്കുറൂൻ. അടുത്ത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. 19. ഈമാനിന്റെ ഫലം എന്ത്? ഉത്തരം കർമ്മങ്ങൾ. 20. വിശുദ്ധ ഖുർആനിൽ സൂറത്തുകളുടെ എണ്ണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ എണ്ണം. അവിടെ ഉത്തരം 114. 21.
ഖബറിൽ ചോദ്യം ചോദിക്കുന്ന മലക്കുകൾ ആരെല്ലാം? അവിടെ ഉത്തരം മുൻകർ നക്കീർ അലൈഹിസ്സലാം. 22. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ആര്? ഉത്തരം മുഹമ്മദുൽ ഫാത്തിഹ്. 23. യാ സ്വാരിയ അൽ ജബൽ എന്ന് വിളിച്ചു പറഞ്ഞു ആര്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. അതിൽ 24ാമത്തെ ചോദ്യം നോക്കൂ. ഖബറിലുള്ളവർക്ക് സദാസമയവും കാണിക്കും എന്ത്? ഉത്തരം സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗീയ സ്ഥാനവും നരകാവകാശിയാണെങ്കിൽ നരകത്തിലെ സ്ഥാനവും. അടുത്ത 25. ഉറക്കവും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം മരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവനാണ് വേർപെടുന്നതെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തിരിച്ചറിവാണ് വേർപെടുന്നത്. 26. അള്ളാഹു തആല ഗൈബ് വെളിപ്പെടുത്തി കൊടുക്കും ആർക്ക്? ഉത്തരം അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട നബിമാർ, സജ്ജനങ്ങൾ എന്നിവർക്ക്. 27. ഇജ്തിഹാദ് എന്നാൽ എന്ത്? ഉത്തരം പരോക്ഷമായി പറഞ്ഞ നിയമങ്ങൾ മുജ്തഹിദുകൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയുടെ വെളിച്ചത്തിൽ കണ്ടെത്തുന്നതാണ് ഇജ്തിഹാദ്. 28. ഇന്നൽ മയ്യിത ലയസ്മഉ ഖർഅനി ആലിഹിം അതിന്റെ സാരമെഴുതുക. ഉത്തരം ഖബറടക്കി പോകുന്നവരുടെ ചെരിപ്പിന്റെ ശബ്ദം പോലും മയ്യത്ത് കേൾക്കും. 29. എന്താണ് കറാമത്ത്? ഉത്തരം ഔലിയാക്കളിൽ നിന്നുമുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് കറാമത്തുകൾ. ആ വലിയ ഏത് നബിയുടെ അനുയായിയാണോ ആ നബിയുടെ മോചിസത്തിന്റെ ഭാഗമാണത്. 30. ശറഈ അർത്ഥപ്രകാരം എന്താണ് ഇസ്ലാം? ഉത്തരം ശറഈ അർത്ഥപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണെന്ന് പരസ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് വിശ്വസിച്ച് പ്രഖ്യാപിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് ഇസ്ലാം. 31. ഇസ്ലാം മാത്രമേ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഖുർആനിൽ നിന്ന് ഒരു തെളിവെഴുതുക. അതിന്റെ ഉത്തരം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അടുത്തത് നോക്കൂ. 5 വരിയിൽ കവിയാതെ ഉപന്യസിക്കുക. 32. നബിമാരും മൗജിസത്തുകളും. അപ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഹുദൈബിയയിലായിരുന്നു. ജനങ്ങൾ ദാഹിച്ചു വലഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുള്ള ഒരു ചെറിയ പാത്രം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിൽ കൈവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങി. സംഘത്തിലുണ്ടായിരുന്ന 1500ഓളം പേർ കുടിക്കുകയും വുളു എടുക്കുകയും ചെയ്തു. എന്നിട്ടും വെള്ളം ബാക്കിയായിരുന്നു. ഇങ്ങനെയുള്ള നിരവധി മോചിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അസാധാരണമായി അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രവാചകത്വ വാദത്തിന് ശക്തി പകരുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മോചിസത്ത് എന്ന് പറയുന്നത്. പ്രവാചകന്മാർ അള്ളാഹു തആല അയച്ച ദൂതരാണെന്നതിന്റെ തെളിവാണ് ഇവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിസത്ത് ഖുർആനാണ്. ലോകത്ത് എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് അള്ളാഹു തആലയാണ്. അത്ഭുത കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് അള്ളാഹു തആല തന്നെയാണ്. ഒരാൾ വന്നുകൊണ്ട് ഞാൻ അള്ളാഹു തആല അയച്ച ദൂതനാണെന്ന് പറയുമ്പോൾ അതിന്റെ തെളിവായിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നതാണ് ഈ അത്ഭുതങ്ങൾ. നബിമാർ പ്രവാചകത്വം വാദിക്കുമ്പോൾ അതിന് അള്ളാഹു തആല നൽകുന്ന അംഗീകാരമാണ് മോചിസത്തുകൾ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ആ ഉത്തരത്തിന് വേണ്ടി എഴുതേണ്ടത്. കൂട്ടുകാര് ഉത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ എത്രയാണോ സ്ഥലം ബാക്കിയുള്ളത് അത്ര ഭാഗം നിങ്ങൾ മാക്സിമം എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്ത് നോക്കൂ. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിൽ 33ാമത്തത് നോക്കൂ. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ അമാനുഷികതയാണ് വിശുദ്ധ ഖുർആൻ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്രസയിലോ സ്കൂളിലോ പോയിട്ടില്ല. ഒരു അധ്യാപകന്റെ അടുത്ത് നിന്നും അക്ഷരാഭ്യാസം നേടിയിട്ടുമില്ല. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അറിവിന്റെ അക്ഷയഖനിയായ ഒരു ഗ്രന്ഥം രചിക്കുക? 114 അധ്യായങ്ങളും 6000-ലേറെ സൂക്തങ്ങളുമുള്ള ഒരു മഹാഗ്രന്ഥം. മനുഷ്യ ജീവിതത്തിന്റെ ഇഹപര വിജയത്തിന് ആവശ്യമായതെല്ലാം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം. ഏറ്റവും കൂടുതൽ ഹൃദിസ്ഥമാക്കപ്പെടുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം അമാനുഷികമാണെന്നതിൽ സംശയമില്ല.
വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതകൾക്ക് ധാരാളം തെളിവുകളുണ്ട്. അപ്പോൾ അതിലത്തെ പോയിന്റുകൾ മാത്രം നമുക്കൊന്ന് എഴുതാം. 1. ചരിത്ര സംഭവങ്ങൾ ഭൗതിക മാധ്യമങ്ങളില്ലാതെ അനാവരണം ചെയ്യുന്നു. 2. പ്രവചനങ്ങൾ. 3. പോയിന്റ് കാലാതിവർത്തിയായി നിലനിൽക്കുന്നു. 4. മാർഗദർശനം നൽകുന്നു. 5. സാഹിത്യ സൗന്ദര്യം. 6. ഇന്ന് വരെ കണ്ടെത്തിയ ഒരു ശാസ്ത്രീയ സത്യവുമായും അത് ഏറ്റുമുട്ടുന്നില്ല. അപ്പോൾ ഇത്രയും ഭാഗമാണ് കൂട്ടുകാർക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.